ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ LP എക്സാമിങ് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏതാ ദിവസം? ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി. ശനിയാഴ്ചയാണ് നമ്മുടെ എക്സാം വരുന്നത് അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ഇനിയും പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നൊരു ടോപ്പിക്കാണിത്. ഹാരപ്പൻ സംസ്കാരം. നമ്മുടെ ലോക ചരിത്രത്തിലെ നദീതട സംസ്കാരങ്ങളിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ക്ലാസ് ഇന്ന് തരാം. നാളെ ഈജിപ്ഷ്യൻ മെസപ്പൊട്ടോമിയയും കൂടി തരാം. അതോടുകൂടി പിന്നെ നമുക്ക് UP എക്സാം കഴിഞ്ഞിട്ട് LPക്കാർക്ക് വേണ്ടി നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് എന്താണ് ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേര്? നമുക്കറിയാം, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? സിന്ധു നദീതട സംസ്കാരം. എന്തുകൊണ്ടാണ് അതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നതെന്നറിയാവോ? എന്തുകൊണ്ടാണ്? അതായത് സിന്ധു നദിയുടെ കൈവഴികളിലെ പല സ്ഥലങ്ങളിലായിരുന്നു എന്ത് ലഭിച്ചത്? നമുക്ക് ഈ ഓരോരോ പ്രദേശങ്ങളുടെയും തെളിവുകൾ ലഭിച്ചത്. അതുകൊണ്ടാണ് അതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കാൻ കാരണം. സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളിലൂടെയുമുള്ള തീരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നത് കൊണ്ടാണ് ഇവയെ എന്ത് വിളിക്കുന്നത്? സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കാൻ കാര്യം ആദ്യമായിട്ട് ഉത്ഖനനം നടത്തിയത് എവിടെയാണ്? ഹാരപ്പയിലാണ്. അതുകൊണ്ടാണ് അതിനെ ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കാൻ കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. BCE ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. BCE 2700 മുതൽ BCE 1500 വരെയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി കണക്കാക്കുന്നത്. ആദ്യ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയറാം സാഹിനിയായിരുന്നു. 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്നു. ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നതെന്ന്, അതായത് നമ്മുടെ 8ാം ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട് സോഷ്യൽ സയൻസിൽ, നദീതട സംസ്കാരങ്ങൾ എന്ന ടോപ്പിക്കിൽ. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ കാണിച്ചു തരാതെ. നോക്കിക്കേ, ഇത് ആ ചാപ്റ്ററിൻ്റെ തുടക്കം പറയുന്നൊരു കാര്യമാണ്. 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന കാലത്താണ് നടത്തുന്നത്? ഉത്ഖനനം നടത്തുന്നത്. അപ്പോൾ 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരായിരുന്നു? സർ ജോൺ മാർഷൽ. അപ്പോൾ എന്താണ് ആദ്യത്തെ പ്രസ്താവന? എന്താണ്? നമുക്ക് ശരിയാണ്. ഓക്കെ, ആദ്യത്തെ അല്ല, ഈ ഒരു പ്രസ്താവന ശരിയാണെന്ന് കിട്ടി. ഇനി അടുത്തത് കാണിച്ചു തരാം. നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലെ ഹാരപ്പയിലാണ് ആദ്യമായി ഉത്ഖനനം നടത്തിയത്. ദയറാം സാഹിനിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആദ്യമായി ഉത്ഖനനം നടത്തിയത് ആരാണ്? ദയറാം സാഹിനിയാണ്. ഇനി കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം, സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളിലൂടെയും ഉള്ള തീരത്ത് വിവിധ പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ എന്ത് വിളിക്കാൻ കാരണം? സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ ഹാരപ്പയിൽ നേതൃത്വം നൽകിയ ആരാണ്? ദയറാം സാഹിനി. അപ്പോൾ ആ പ്രസ്താവനയും എന്താണ്? ആദ്യ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയറാം സാഹിനിയായിരുന്നു. അതും ശരിയാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ബാക്കിയും കൂടി നമുക്ക് നോക്കാം. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതിനാലാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കാൻ കാരണം. പാകിസ്ഥാനിലെ മോഹൻജദാരോവിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയതാരാണ്? RD ബാനർജി. ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മോഹൻജദാരോയിൽ? ആരാണ്? നമ്മുടെ RD ബാനർജിയും ഹാരപ്പയിൽ ദയറാം സാഹിനിയുമാണ് ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത്. ഇനി പാകിസ്ഥാൻ്റെ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഘീർപൂർ വരെയും വടക്കു ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ നദീതീരം വരെയുമാണ് ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കാൻ പറ്റുന്നൊരു കണ്ടന്റ് അത്. എവിടെ നിന്നാണ്? പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഘീർപൂർ. ആ പേരുകൾ പഠിച്ചു വയ്ക്കുക. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് മുതൽ ഉത്തർപ്രദേശിലെ അലംഘീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ എവിടെ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ താപ്തി നദികളല്ലേ, അവിടെ നർമ്മദ വരെയും, ഇവിടെ എന്താണ്? പാകിസ്ഥാൻ മുതൽ ഇവിടെ ഉത്തർപ്രദേശ് വരെയുമാണ് എന്ത് വ്യാപിച്ച് കിടന്നത്? നമ്മുടെ ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു പോയിന്റ് പഠിച്ചു വെച്ചോ. നെക്സ്റ്റ്, BCE 2700 മുതൽ BCE 1700 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി കണക്കാക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? BCE 2700 മുതൽ 1500 അല്ല 1700. സോ ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇത് ആ ഒരു ചാപ്റ്ററിലെ ആദ്യത്തെ 2 പേജാണ് ആ തന്നിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്ത് വരും? 2ഉം 3ഉം മാത്രമാണ് ശരി. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 3ഉം ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാരപ്പ മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങൾ തമ്മിൽ കച്ചവടം നടത്തിയതിനുള്ള തെളിവുകളാണ് മെസപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിലെ മെലൂഹ എന്ന പരാമർശം, ഹാരപ്പയിൽ നിന്ന് മെസപ്പൊട്ടോമിയൻ മുദ്രകൾ, വെങ്കലത്തിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ കണ്ടെടുത്തത്. നോക്കാം നമുക്ക് ഇത് എവിടെ നിന്നാണെന്ന്. നോക്കിക്കേ, ഇതിൽ തന്നെ കച്ചവടം എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. മെസപ്പൊട്ടോമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങളിൽ അവർ കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന പ്രദേശത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. മെലൂഹ ഹാരപ്പയാണെന്ന ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സോ അതെന്താണ്? ആദ്യത്തെ ഒരു പോയിന്റ് എന്താണ്? അല്ലേ, ആദ്യത്തെ പോയിന്റ് എന്തിരുന്ന് പറഞ്ഞിരുന്നത്? മെസപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിലെ മെലൂഹ എന്ന പരാമർശം. സോ അതെന്താണ്? ശരിയാണ്, കച്ചവടവുമായി ബന്ധപ്പെട്ട് കിട്ടിയതാണ്. പിന്നെന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസപ്പൊട്ടോമിയൻ മുദ്രകളും ഈ കച്ചവട ബന്ധത്തിൻ്റെ തെളിവുകളാണ്. കണ്ടോ, ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസപ്പൊട്ടോമിയൻ മുദ്രകൾ, ഇതും ശരിയാണ്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെങ്കലത്തിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ, അതെന്താണെന്ന് നോക്കാം നമുക്ക്. വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന ലോത്തൽ, കണ്ട, കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ പ്രധാനമായിരുന്നു എന്ത്? ലോത്താൽ. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ, കണ്ടോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിന്. ഈ ഒരു കളിമണ്ണ് എന്നൊരു പോയിന്റ്, ഒറ്റ പോയിന്റ് അവർ മാറ്റി അവരോട് എന്താക്കി കൊടുത്തു? വെങ്കലമാക്കി കൊടുത്തു. സോ നമ്മുടെ ആൻസർ അവിടെ എന്ത് വരും? ഇത് തെറ്റായ പ്രസ്താവനയല്ലേ? ഇവിടെ വെങ്കലമല്ല വേണ്ടിയിരുന്നത്, എന്താണ്? കളിമണ്ണാണ്. എന്തൊരു കുഞ്ഞ്, നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കണ്ടന്റ് എടുത്തിട്ടാണ് അവർ എന്താക്കിയത്? പ്രസ്താവന രൂപത്തിൽ ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? നമുക്കിവിടെ 1ഉം 2ഉം എന്താണ്? 3 ഒഴികെ എല്ലാം ശരിയാണല്ലേ? അപ്പോൾ പ്രസ്താവന 3 ഒഴികെ 2ഉം ശരിയാണ്. സോ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിച്ചിട്ട്, ആ പ്രാചീന വേൾഡ് ഹിസ്റ്ററി എന്നുള്ളത് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ നല്ല വൃത്തിക്കൊന്ന് വായിച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് വേണം പോകാൻ. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. സിന്ധു നദിയുടെ കേന്ദ്രങ്ങളിൽ വ്യാപകമായി ലഭിച്ച മുദ്രകൾ കച്ചവടത്തിന് ഉപയോഗിച്ചതായിരിക്കാം, എന്നാൽ നാണയങ്ങൾ ഉപയോഗിച്ചതിന് തെളിവുകൾ ലഭ്യമല്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജസ്ഥാനിലെ ഗേത്രി ഖനികളിൽ നിന്നും ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തീയവും ശേഖരിച്ച ചെമ്പും വെളുത്തീയവും ചേർത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? വെങ്കലം നിർമ്മിക്കുന്നതായിട്ട്. അതുകൊണ്ടാണ് ഇവ എന്ത് പറയുന്നത്? വെങ്കലയുഗ സംസ്കാരം എന്നും. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? വെങ്കലയുഗ സംസ്കാരം. അത് ചോദിക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് സിന്ധു നദിയുടെ സംസ്കാരം, മറ്റൊരു പേരാണ് വെങ്കലയുഗ സംസ്കാരം. അതിൽ ശരിയേതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ മാത്രമേ നോക്കുകയുള്ളൂ. വെങ്കലയുഗ സംസ്കാരം എന്നും എന്തിന് പറയുന്നുണ്ട്? ഹാരപ്പൻ സംസ്കാരത്തിന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹാസ്നാനഘട്ടം ഉത്ഖനനം ചെയ്യപ്പെട്ട സ്ഥലം. ക്വസ്റ്റ്യൻ്റെ സോഴ്സ് കാണിച്ചു തരാം. കണ്ടോ, മോഹൻജദാരോവിൽ നിന്ന് ഒരു വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇക്കാലത്തെ ജനങ്ങളുടെ നിർമ്മാണത്തിൻ്റെ വൈഭവം തെളിവാണിത്. പൂർണ്ണമായും ചുറ്റിഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ട, മോഹൻജദാരോയിലാണ് എന്തുണ്ടായിരുന്നത്? മഹാസ്നാനഘട്ടം. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അല്ല, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ഒറ്റ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള, അതിൽ ഫ്രണ്ടിൽ ആദ്യത്തെ പേജ്, രണ്ടാമത്തെ പേജ് അങ്ങനെ കണക്ട് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മഹാസ്നാനഘട്ടം എവിടെയാണ്? മോഹൻജദാരോയിൽ നിന്നാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏത്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം എന്ന് പറയുമ്പോൾ ഏത് വരും? നമുക്കറിയാം ഏതൊക്കെയാണ്. മോഹൻജദാരോ, അതായത് ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ, ഈ 3 നഗരങ്ങളെ പറ്റിയാണ് നമുക്ക് ടെക്സ്റ്റിൽ നമുക്ക് പ്രത്യേകിച്ച് അവർ നഗരങ്ങളെന്ന് എടുത്തു പറഞ്ഞു തന്നിരിക്കുന്ന 3 എണ്ണമാണ്. ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ എന്നീ നഗരങ്ങൾക്ക് 2 ഭാഗങ്ങളുണ്ടെന്നുള്ളതൊക്കെ അത് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് പറഞ്ഞുതരാം. മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണെന്ന്, ഇന്ന് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോഹൻജദാരോയും ഹാരപ്പയും ഇന്ന് എവിടെയാണ്? ഓപ്ഷൻ ഡി, പാകിസ്ഥാനിലാണ്. ഇത് നമ്മൾ ടെക്സ്റ്റിൽ വൃത്തിയായിട്ടൊരു ബോക്സ് തന്നിട്ടുണ്ട്, അത് പഠിച്ചേ പറ്റുള്ളൂ. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഇതേ സാധനങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എന്താണ്? ഹാരപ്പ, മോഹൻജദാരോ, സുത്കാജൻദോർ, ഇത് 3ഉം എവിടെയാണ്? പാകിസ്ഥാനിലാണ്. 3ഉം പഠിച്ചു വെച്ചോ. പിന്നെന്താണ്? അലങ്കീർപൂർ, നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിലാണെന്ന്. ബനവലി,
കാലിബംഗൻ, ലോത്തൽ, ധോളവീര ഇതെല്ലാം എവിടെയാണ്? ഇന്ത്യയിലെ സ്ഥലങ്ങളാണ്. ഷോർട്ടുഗായ് അഫ്ഗാനിസ്ഥാൻ. ഈ ഇത്രയും സ്ഥലങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. സിന്ധു നദിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഹാരപ്പ, മോഹൻജദാരോ, സുത്ക ജന്തോർ, അലങ്കീർപൂർ, ബനാവലി, കാലിബംഗൻ, ലോത്തൽ, ധോളവീര, ഷോർട്ടുഗായ് അഫ്ഗാനിസ്ഥാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണ് എന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ ചരിത്രകാരൻ ആരാണ്? അത് മാക്സ് മുള്ളറാണ്. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരാണെന്നറിയോ? ആര്യന്മാർ ടിബറ്റിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യന്മാർ ടിബറ്റിൽ നിന്നാണെന്ന് പറഞ്ഞത്. ആര്യന്മാരുടെ ആഗമനം ആർട്ടിക് പ്രദേശത്ത് നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്നാണെന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകനാണ് ആര്യന്മാരുടെ ആഗമനം ആർട്ടിക് പ്രദേശത്ത് നിന്നാണ് എന്ന സിദ്ധാന്തം പറയുന്നത്. ഇനി ആര്യന്മാരുടെ ആഗമനം സപ്തസിന്ധുവിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്യന്മാരുടെ ആഗമനം സപ്തസിന്ധുവിൽ നിന്നാണെന്ന് പറഞ്ഞത് ആരാണ്? AC ദാസ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് മധ്യേഷ്യയിൽ നിന്ന് മാക്സ് മുള്ളർ, ടിബറ്റ് ആണെങ്കിൽ ദയാനന്ദ സരസ്വതി, ആർട്ടിക്കിൽ നിന്ന് ബാലഗംഗാധര തിലകൻ, സപ്തസിന്ധുവിൽ നിന്ന് AC ദാസ് എന്ന് പറയും. ഓക്കെ, ആര്യന്മാരുടെ ഭാഷ ഏതാണ്? അത് സംസ്കൃതമാണ്. ഓക്കെ, ഇത് നമുക്ക് ടോപ്പിക്കിൽ പറഞ്ഞില്ല. ആര്യന്മാരുടെ ആഗമനം എന്നുള്ളതിൽ നമുക്ക് ശരിക്കും ഇല്ല, പക്ഷേ എങ്കിലും നമ്മളൊന്ന് പഠിച്ചു വെച്ച കാര്യം ചോദിച്ചിട്ടുള്ളതാണ്. ആര്യന്മാരെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യ എന്ന വിസ്മയം ആ ഒരു പുസ്തകമുണ്ട്. ഇന്ത്യ എന്ന വിസ്മയം ആരാണ് എഴുതിയത്? AL ഭാഷ എഴുതിയ ബുക്കാണ് ഇന്ത്യ എന്ന വിസ്മയം. ആര്യന്മാരെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാരാണ്? RS ശർമ്മയാണ് പ്രാചീന ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. പ്രാചീന ഇന്ത്യ. ഓക്കെ, ഇന്ത്യ എന്ന വിസ്മയം AL ഭാഷ, അതേപോലെ RS ശർമ്മ എഴുതിയ പുസ്തകം ഏതാണ്? പ്രാചീന ഇന്ത്യയാണ്. സിന്ധു നദിയുടെ സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ്? അത് ചിത്രലിപിയാണ്. കണ്ടോ, ഇതാണ് ആ ചിത്രലിപി. ഹാരപ്പൻ ജനതയുടെ കലാവൈഭവം പ്രകടമാകുന്ന മുദ്രകളുടെ നിർമ്മിതിയിലാണ്. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും മുദ്രകൾ നിർമ്മിച്ചിരിക്കുന്നു. മോഹൻജദാരോയിൽ ലഭിച്ച നർത്തകിയുടെ പ്രതിമ, അത് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നർത്തകിയുടെ പ്രതിമ ലഭിച്ച സ്ഥലം എവിടെയാണത്? മോഹൻജദാരോയാണ്. അക്കാലത്ത് ഇതാണ് അവരുടെ ലിപി എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണെന്ന് അവരുടെ ലിപി. മെയിനായിട്ട് അവരെന്തായിരുന്നു? ചിത്രലിപി. ഓരോ ചിത്രങ്ങളായിരുന്നു അവർ ഓരോ ലിപിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരം, ക്യൂണിഫോം ലിപി, ഹൈറോഗ്ലിഫിക്സ് ലിപി ഒക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഹാരപ്പൻ എഴുത്തുവിദ്യ അറിയപ്പെടുന്ന പേര് ബ്യൂസോട്രോഫിഡോൺ എന്നാണ്. ബ്യൂസോട്രോഫിഡോൺ, അതായത് നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ട് എഴുതുമ്പോഴേക്കും ഇതെന്താണ്? വലത്ത് നിന്ന് ഇടത്തോട്ടേക്കാണ് എഴുതുന്നത്. വലത്തു നിന്ന് ഇടത്തോട്ട് ആദ്യ വരിയും ഇടത്തു നിന്ന് വലത്തോട്ട് രണ്ടാമത്തെ വരിയും എഴുതും. അങ്ങനെയാണ്. ആദ്യ വരി എന്നിങ്ങനെ എഴുതും, വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതും. രണ്ടാമത്തെ വരി എന്ത് ചെയ്യും? ഇടത്തു നിന്ന് വലത്തോട്ട് എഴുതും. ഈ ഒരു രീതിയാണ് എന്ത് പറയുന്നത്? ബൂസ്ട്രോഫിഡോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ലിപി എന്താണ്? നമ്മൾ ഏതോ ഒരു ലിപി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം അത് ഏതാണെന്ന്. ഷംപോലിയോ, റൊസറ്റ ശിലയിൽ നിന്നൊക്കെയാണെന്നുള്ള ആ ഒരു നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പഠിക്കാനുള്ളൊരു കാര്യമാണ് സിന്ധു നദിയുടെ സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപി എന്ന് പറയുന്നത് ചിത്രലിപിയാണ്. ഇനി അതേപോലെ കുറച്ച് ഫാക്ട്സ് പറഞ്ഞു തരാം. സിന്ധു നദിയുടെ നിവാസികൾക്ക് അജ്ഞാതമായിരുന്നൊരു ലോഹമാണ് ഏത്? ഇരുമ്പ്. ഇരുമ്പിനെ പറ്റി അവർക്ക് അറിയില്ലായിരുന്നു. അതേപോലെ അവർക്ക് അറിയാതിരുന്നൊരു മൃഗമായിരുന്നു കുതിര. അവർ ആരാധിച്ചിരുന്നൊരു മൃഗമുണ്ടായിരുന്നു, അതേതാണ്? കാളയാണ്. ഓക്കെ, അവർ ഇണക്കി വളർത്തിയിരുന്നൊരു മൃഗമുണ്ടായിരുന്നു, അതേതാണ്? നായയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. അതേപോലെ തന്നെ സിന്ധു നദിയുടെ നിവാസികൾ അളവ് തൂക്ക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ എന്ന് പറയുന്ന ഏതാണ്? 16. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദിയുടെ കേന്ദ്രങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? അത് നമ്മുടെ ഗുജറാത്താണ്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ സിന്ധു നദിയുടെ കേന്ദ്രങ്ങൾ കണ്ടെത്തിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോഹൻജദാരോയിൽ ഉത്ഖനനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മോഹൻജദാരോ ആരായിരുന്നു? ഹാരപ്പയിൽ ദയറാം സാഹിനി അല്ലേ? ഹാരപ്പ, ദയറാം സാഹിനി. മോഹൻജദാരോയിൽ ആരായിരുന്നു? RD ബാനർജി. നോക്കിക്കേ, AD ബാനർജി, RD ദേശായി എന്നൊക്കെ തരും. ആരായിരുന്നു? RD ബാനർജിയാണ് എന്ത് നടത്തിയത്? മോഹൻജദാരോയിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത്. നോക്കിക്കേ, ഹാരപ്പയിൽ ആരാണ്? ദയറാം സാഹിനിയാണ്. മോഹൻജദാരോയിൽ RD ബാനർജി, അമ്രി, NG മജുംദാർ, ചാൻഹുദാരോ, MG മജുംദാർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചാൻഹുദാരോ, NG മജുംദാർ.
പിന്നെ ആരാണ്? രംഗപൂർ, MS വാട്സ്, കോട്ദിജി ഗുറേ, കാലിബംഗൻ എ ഘോഷ്, രൂപാർ YD ശർമ്മ, ലോത്തൽ SR റാവു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബനാവലി RS ബിഷ്ട്, സുർക്കോത്താട JP ജോഷി. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഹാരപ്പ, മോഹൻജദാരോ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കണം. കാലിബംഗൻ, രൂപാർ, ലോത്തൽ, ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കണം. കാലിബംഗൻ എ ഘോഷ്, രൂപാർ YD ശർമ്മ, ലോത്തൽ SR റാവു ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേര് നൽകിയത് ജോൺ മാർഷലാണ്. താമ്രശില സംസ്കാരം, സപ്തസൈന്ധവ ദേശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഹാരപ്പ, മോഹൻജദാരോ എന്നിവയാണ് സിരാകേന്ദ്രങ്ങൾ. ഹാരപ്പൻ സംസ്കാരം എന്നിങ്ങനെ അറിയപ്പെടുന്നു. നമുക്കിതിൽ അറിയാവുന്ന ഏതൊക്കെയാണ്? ഹാരപ്പ, മോഹൻജദാരോ സിരാ കേന്ദ്രങ്ങളാണ്. നമുക്കറിയാം സിന്ധു നദിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 2 പേരുകളാണ് ഹാരപ്പയും മോഹൻജദാരോ. ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നു, അതും നമ്മൾ പഠിച്ചതല്ലേ. ഹാരപ്പൻ സംസ്കാരം, ഹാരപ്പയിലാണ് ആദ്യമായിട്ട് ദേറാ സാഹിനി ഉത്ഖനനം നടത്തി കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്, നമ്മൾ പഠിച്ചു. പേര് നൽകിയത് ജോൺ മാർഷലാണ്. ഇതും ശരിയാണ്. 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഉത്ഖനനം നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് പേര് നൽകിയത് ആരാണ്? ജോൺ മാർഷലാണ്. താമ്രശിലാ സംസ്കാരം എന്നറിയപ്പെടുന്നു. താമ്രശിലാ സംസ്കാരം എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരമാണ്. സപ്തസൈന്ധവ ദേശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സപ്തസൈന്ധവം അതായത് ഏതാണ്? സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളും, അതായത് ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നിവയും സരസ്വതി നദിയും ചേർന്ന പ്രദേശമാണ് സപ്തസൈന്ധവം എന്ന് പറയുന്നത്. ഇത്രയും പ്രദേശങ്ങളിൽ നിന്നായിരുന്നു മെയിനായിട്ട് ഇവയുടെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവയെ എന്ത് പറയുന്നു? സപ്തസൈന്ധവ ദേശം എന്നും അറിയപ്പെടുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബന്ധമില്ലാത്തവയാണ്. ഇവയെല്ലാം എന്താണ്? ബന്ധമുള്ളതാണ്. സോ എന്താണ്? ഇവയൊന്നുമല്ല, ഇവയൊന്നും ബന്ധമില്ലാത്തവയല്ല. സോ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവാണ് അലക്സാണ്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ്. ഓക്കെ, ഇത് ശരിയായ പ്രസ്താവനയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ഡയറക്ടറാണ് ആര്? അലക്സാണ്ടർ കണ്ണിങ്ഹാം. സോ ഇതെന്താണ്? ശരിയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1871 തെറ്റാണ്. 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇവിടെ എന്തൊക്കെയാണ് ശരിയായിട്ട്? ഇത് ശരിയാണ്. സോ മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയായ പ്രസ്താവനകളല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 1ഉം 3ഉം ശരിയാണെന്ന് നമുക്ക് കിട്ടി. നമുക്ക് എന്താണ്? 2ഉം 2ആണ് നമുക്ക് തെറ്റായിട്ട് വരുന്നത്. സോ ഇവിടെ ഏത് വരും? 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. സോ ഓപ്ഷൻ ബി 1, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാരപ്പയിൽ ആരായിരുന്നു? ഹാരപ്പ ദേറാം സാഹിനി. മോഹൻജദാരോ RD ബാനർജി. അതേപോലെ രൂപാർ ആരായിരുന്നു? YD ശർമ്മയും ബൻവാലി RS ബിഷ്തു ആയിരുന്നു. ഹാരപ്പ ദേറാം സാഹിനി, മോഹൻജദാരോ RD ബാനർജി, രൂപാർ YD ശർമ്മ, ബൻവാലി RS ബിഷ്ത്. സോ എന്ത് വരും? 1, 3 ആൻസർ ചെയ്താൽ നോക്കുക. 1, 3 കണ്ടോ? ഇത് 2 അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ബാക്കി 2 അറിഞ്ഞില്ലെങ്കിലും നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റിയേനെ. 1, 3, 2, 1 ഇതാണ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ലോത്തൽ, സബർമതി, ഹാരപ്പ, രവി, മോഹൻജദാരോ, സിന്ധു, കാലിബംഗൻ, ഖങ്കർ എന്താണെന്ന് വല്ലതും മനസ്സിലായോ? ഓരോ നഗരങ്ങളും ഉണ്ടായിരുന്ന നദീതീരങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവയെല്ലാം ശരിയാണ് കേട്ടോ. അപ്പം ലോത്തൽ എവിടെയായിരുന്നു? സബർമതിയുടെ തീരത്തായിരുന്നു. ഹാരപ്പ എവിടെയായിരുന്നു? രവിയുടെ തീരത്താണ്. മോഹൻജദാരോ സിന്ധുവിൻ്റെ തീരത്തും. കാലിബംഗൻ ഖങ്കറിൻ്റെ തീരത്തുമാണ്. ഇനി ഇല്ലാത്ത കുറച്ചും കൂടി പറഞ്ഞു തരാം. എന്താണ്? ചാൻഹുദാരോ എവിടെയായിരുന്നു? ചാൻഹുദാരോ സിന്ധു നദിയുടെ തീരത്തായിരുന്നു. അതേപോലെയുള്ളതാണ് കോട്ട് ദിജി എന്ന് പറയുന്നതും സിന്ധുവിൻ്റെ തീരത്താണ്. അപ്പോൾ ഏതൊക്കെയാണ് സിന്ധുവിൻ്റെ തീരത്തുള്ളത്? മോഹൻജദാരോ, ചാൻഹുദാരോ, കോട്ട് ദിജി. പിന്നെയുള്ളത് ഹാരപ്പ നമ്മൾ പറഞ്ഞു, രവിയാണെന്ന് പറഞ്ഞു. പിന്നെ കാലിബംഗൻ ഖങ്കറാണെന്ന് പറഞ്ഞു. പിന്നെയുള്ളതാണ് രൂപാർ എവിടെയാണ്? സത്ലജ് നദീതീരത്താണ്. സത്ലജ്. അതേപോലെ തന്നെ ഈ കോട്ട് ദിജി ആരായിരുന്നു ഖനനം ചെയ്തത്? ഗുറൈ എന്ന ആളാണ്. ചാൻഹുദാരോ ആരായിരുന്നു? അത് NG മജുംദാർ ആയിരുന്നു.
MG മജുംദാർ. അതേപോലെ രൂപാർ ആരായിരുന്നു? രൂപാർ നമ്മൾ നേരത്തെ പറഞ്ഞു YD ശർമ്മ. കാലിബംഗൻ ആരായിരുന്നു? എ ഘോഷ് ആയിരുന്നു കാലിബംഗൻ. ലോത്തൽ ആരായിരുന്നു? ലോത്തൽ SR റാവു ആണ് ലോത്തൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാരപ്പ സംസ്കാരവുമായി ബന്ധപ്പെട്ട നർത്തകിയുടെ പ്രതിമ ലഭിച്ച പ്രദേശം ഏതാണെന്ന്? നർത്തകിയുടെ പ്രതിമ കഴിഞ്ഞ ക്ലാസ് ഞാൻ ആദ്യമേ പറഞ്ഞതാണത്, കാണിച്ചു തന്നല്ലേ നർത്തകിയുടെ പ്രതിമ. അത് മോഹൻജദാരോയിൽ നിന്നാണ് നർത്തകിയുടെ പ്രതിമ കിട്ടിയത്. എന്തായിരുന്നു ലോത്തൽ? കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രമായിരുന്നു എന്ത്? ലോത്തൽ. ധോളവീര എന്താണ്? സൂചനാ ബോർഡ് ലഭിച്ച എവിടെ നിന്നാണ്? ധോളവീര സൂചനാ ബോർഡ് ഞാൻ ആ പിക്ചർ കാണിച്ചു തന്നപ്പോൾ കാണിച്ചു തന്നാണ്. ഓക്കെ, ഇനി രംഗ്പൂറും ലോത്തലും എന്തായിരുന്നു? നെൽകൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ച ഗുജറാത്തിലെ 2 പ്രദേശങ്ങളായിരുന്നു രംഗ്പൂറും അതേപോലെ ലോത്തൽ എന്ന് പറയുന്നത്. ഹാരപ്പ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ: വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, പകർച്ചവ്യാധികൾ. ഏതാണ് ഇവയെല്ലാം? ഓക്കെ, ഇവയെല്ലാം എന്തായിരുന്നു? ഹാരപ്പ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണമായിരുന്നു. ഒരെണ്ണം കൂടിയുണ്ട്, എന്താണ്? കാർഷിക മേഖലയിലെ തകർച്ച. അതും കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, കാർഷിക മേഖലയിലെ തകർച്ച. ഓക്കെ, ഇപ്പോൾ 15 ക്വസ്റ്റ്യനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 15-ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും നിങ്ങളുടെ എന്ത് നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ട്. കമൻറ്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ഇനി കുറച്ച് കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. കണ്ടോ, ഹാരപ്പയിലെ നഗരങ്ങളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉയർന്ന ഭാഗം ഭരണാധികാരികൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. അസംബ്ലി ഹാൾ എന്ന് കരുതുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. കണ്ട, പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉയർന്ന ഭാഗമായിരുന്നു എന്ത്? ഭരണാധികാരികൾ. താഴ്ന്ന ഭാഗം എന്താണ്? സാധാരണക്കാരുടെ വാസസ്ഥലങ്ങൾ, വീടുകളാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ. അപ്പോൾ ഉയർന്ന ഭാഗത്ത് ഭരണാധികാരികളും താഴ്ന്ന ഭാഗത്ത് സാധാരണക്കാരുമായിരുന്നു. പിന്നെ പഠിക്കാനുള്ളത് എന്തായിരുന്നു? സിന്ധു നദി ഒഴുക്കിക്കൊണ്ടിരുന്ന എക്കൽ മണ്ണായിരുന്നു ഫലഭൂഷ്ഠതയ്ക്കുള്ള കാരണം. രാജസ്ഥാനിലെ കാലിബംഗൻ കണ്ട നിലം ഉഴുതുമറിക്കുന്ന കൃഷി നടത്തിയിരുന്നു. കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപം ലഭിച്ചത് എവിടെ നിന്നാണ്? രാജസ്ഥാനിലെ കാലിബംഗനായിരുന്നു. എവിടെ ആരായിരുന്നു കാലിബംഗനിൽ ഉൽഖനത്തിന് നേതൃത്വം നൽകിയത്? എ ഘോഷാണ്. ഓക്കെ, എ ഘോഷ്. എവിടെയായിരുന്നു കാലിബംഗൻ? ഏത് നദിയുടെ തീരത്തായിരുന്നു? ഗംഗർ. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഗംഗർ നദീ തീരത്തിൽ. അതേപോലെ ജലസേചനത്തിന് വേണ്ടി എന്തായിരുന്നു? കനാലുകൾ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് നോക്കാം നമുക്ക്. സിന്ധു നദീതട കേന്ദ്രങ്ങൾ വ്യാപകമായി ലഭിച്ച മുദ്രകൾ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, രാജസ്ഥാനിലെ ഗേത്രി ഖനിയും അഫ്ഗാനിസ്ഥാനിലെ മധ്യേഷ്യയിൽ നിന്നും വെളുത്തീയവും ശേഖരിച്ചാണ് അവ എന്ത് നിർമ്മിച്ചത്? വെങ്കലം നിർമ്മിച്ചു. അതുകൊണ്ടാണ് ഇതിനെ വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്നത്. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ അവരുടെ കരവിരുതിന് ഉദാഹരണമാണ്. നോക്കിക്കേ, പാത്രങ്ങൾ അലങ്കാരപ്പണികൾ നടത്തി, കളിമണ്ണിൽ മൃഗരൂപങ്ങൾ നിർമ്മിച്ചു, സ്ത്രീ പുരുഷ രൂപങ്ങളും വണ്ടികളുടെ രൂപങ്ങളും ലഭിച്ചിട്ടുണ്ട്. ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവയുള്ള ആഭരണങ്ങൾ ലഭിച്ചു. ലോത്തലിൽ നിന്നാണ് മുത്ത് നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ ലഭിച്ചത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, മുത്ത് നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ ലഭിച്ച എവിടെ നിന്നാണ്? ലോത്തലിൽ നിന്നാണ്. കണ്ടോ, ഇതാണ് പറഞ്ഞത് ധോളവീരയിലെ സൂചനാ ബോർഡ് എവിടെ നിന്നാണ്? ധോളവീരയിൽ നിന്നാണ്. അതേപോലെ നർത്തകിയുടെ പ്രതിമ എവിടെ നിന്നാണ്? മോഹൻജദാരോയിൽ നിന്നാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. കണ്ടോ, ഹാരപ്പ സംസ്കാരത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് 1700 BCE ഹാരപ്പ സംസ്കാരം ക്ഷയിക്കുന്നെന്നും വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ, ഇത്രയുമാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഇനിയുള്ളത് ഈജിപ്ഷ്യൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും ഒക്കെ ഉണ്ട്. ആ ഒരു വീഡിയോ കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ UPയുടെ എക്സാം എത്തും. അപ്പോൾ എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് പഠിക്കുക. പുതിയ കാര്യങ്ങൾ തലയിൽ കയറ്റി വെച്ച് നമ്മൾ ടെൻഷനാക്കരുത്. കൂളായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരുടെയും നല്ലൊരു ദിവസം ആവട്ടെ ജൂലൈ 6. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.